കൂട്ടുകാരെ 2 ദിവസമായിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല. എല്ലാവർക്കും സോറി കേട്ടോ. 2 ദിവസം ഭയങ്കര തിരക്കായിപ്പോയി. കുഞ്ഞാവയൊക്കെ വന്നിട്ട് അതിൻ്റെ തിരക്കായിപ്പോയി. അപ്പോൾ എല്ലാവർക്കും സോറി. അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ചെമ്മന്തിരിപ്പൂവിൻ്റെ കഥ കേൾക്കേണ്ട. ചെമ്മന്തിരിപ്പൂവിലെ ഇന്ന് ബിരിയാണിമയാണ്. എല്ലാവർക്കും ബിരിയാണിയോട് ബിരിയാണി. അത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ശ്രീകാന്തിൻ്റെ കൈപ്പുണ്യാണ് ഇന്നത്തെ ബിരിയാണിയിൽ എല്ലാവരും അറിയണത്. ബിരിയാണിക്ക് കാരണം വേറെ ഒന്നല്ല, രേവതിക്ക് നല്ലൊരു മാരേജ് ഫംഗ്ഷൻ്റെ ഓർഡർ, അതായത് ഒരു കല്യാണ മണ്ഡപം ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഓർഡർ കിട്ടി. രേവതി അങ്ങനെ ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. രേവതിക്ക് ആ പുതിയ ജോലിയിലേക്ക് പ്രവേശിച്ചതിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും ചന്ദ്രോദയത്തിൽ അവർ ആഘോഷിക്കുകയാണ്. അത് ഗ്രാൻഡായിട്ട് തന്നെ ആഘോഷിക്കാൻ വേണ്ടി ചന്ദ്രോദയത്തിൽ മാത്രമല്ല, രേവതിയുടെ വീട്ടിലേക്കും രേവതിയുടെ സുഹൃത്തുക്കൾക്കും സച്ചിയുടെ സുഹൃത്തുക്കൾക്കും വർഷയുടെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്കും ശ്രീകാന്തിൻ്റെ ഫ്രണ്ട്സിനും അങ്ങനെ എല്ലാവർക്കും കൂടി ആഘോഷിക്കുന്ന ഒരു ഒറ്റ ദിവസമാണ് ഇന്നത്തെ ചെമ്പന്തിരിപ്പൂവിൻ്റെ ബിരിയാണി മഹോത്സവം. പക്ഷേ ഇതിനിടയ്ക്ക് മുട്ടയിൽ കൂടോത്രം കിട്ടിയിട്ട് 2 പേർക്ക് വ്രതം എടുക്കേണ്ടി വരുന്നുണ്ട്. അതായത് സുധി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന സുധിയുടെ അമ്മയ്ക്കും ഈ ബിരിയാണി മഹാമഹത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. അവർ വ്രതത്തിലായിട്ട് അവരെന്താ കാര്യം എന്നറിയാതെ അവർക്ക് അതിൻ്റെ ഫുള്ളായിട്ട് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വെള്ളം ഇറക്കിയിട്ടുള്ള വ്രതത്തിലാണ് ഇന്നത്തെ ബിരിയാണി മഹാമഹം. അത് ഉണ്ടാക്കുന്നത് ശ്രീകാന്താണ്. ശ്രീകാന്തിനെ സഹായിച്ചുകൊണ്ട് വർഷയും രേവതിയും സച്ചിയും രവീന്ദ്രനും എല്ലാവരും വളരെ സന്തോഷപൂർവ്വമാണ് അവർ ആ ഫുഡ് ഉണ്ടാക്കുന്നത്. ആ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മണം കേൾക്കുമ്പോഴേ ചന്ദ്രമതിയും ശ്രുതിയും ഒക്കെ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. എന്തൊരു മണാന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരുടെ മനസ്സിനെയും അവരുടെ നാവിനെയും ഒന്നും അവരുടെ മൂക്കിനെയും ഒന്നും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആ ബിരിയാണിയുടെ മണം കേട്ടിട്ട് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയാണ് പുറത്തേക്ക്. തനിയേ കാലുകൾ പുറത്തേക്ക് വരികയാണ്. അവരിങ്ങനെ വന്ന് സോഫയിൽ വന്നിരിക്കുന്ന സമയത്താണ് ബിരിയാണി റെഡി ആയിട്ട് ദമ്മൊക്കെ പൊട്ടിച്ച് നല്ല അടിപൊളി സൂപ്പർ ബിരിയാണി റെഡി ആയിട്ട് ഹോളിക്ക് വരുന്നത്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, നിങ്ങൾ ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് കഴിക്കാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പറയുന്നുണ്ട് രവീന്ദ്രൻ. എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ബിരിയാണി കൊണ്ടുവന്നിട്ട് ഹാളിൽ ഇരുന്ന് കഴിക്കുമ്പോൾ ചന്ദ്രമതി ശ്രുതി അത് നോക്കി വെള്ളം ഇറക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഭാഗ്യം ശ്രുതി അമ്മേനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞത്, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനും ബിരിയാണി കഴിക്കാൻ പറ്റില്ലായിരുന്നല്ലോ, എനിക്കും വ്രതം എടുക്കേണ്ടി വന്നേനല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ബിരിയാണി കഴിക്കണ്ടേ. എന്താ ബിരിയാണി ടേസ്റ്റ് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, ഞാൻ ജീവിതത്തിൽ ഇതുപോലെ ഒരു ബിരിയാണി കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. രേവതി പറയണ്ട, അടിപൊളിയാലേ, പിന്നെ മണം കേൾക്കുമ്പോൾ തന്നെ അറിഞ്ഞൂടെ അടിപൊളിയാന്നൊക്കെ പറയണ്ട. അങ്ങനെ അവർ ആസ്വദിച്ചിട്ട് ആ ബിരിയാണി മഹാമഹം ആഘോഷിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ബിരിയാണി കഴിക്കുന്നത് നോക്കി വെള്ളം ഇറക്കിയിരിക്കുകയാണ് ചന്ദ്രമതി ശ്രുതി. അവർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, അവർ വ്രതമല്ലേ. പക്ഷെ എല്ലാവരും പറയുന്നുണ്ട് കഴിച്ചോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് കഴിക്കാൻ പാടില്ലല്ലോ. എല്ലാവരും കഴിക്കുന്നത് നോക്കി വെള്ളം ഇറക്കിയിരിക്കാൻ മാത്രമാണ് അവർക്ക് യോഗം. എന്നിട്ട് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് ശ്രുതിയോട്, എന്തിനാണ് അവിടെ വായി നോക്കിയിരിക്കുന്നത്, വാ നമുക്ക് പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് പൂമുഖത്ത് പോയിരുന്നിട്ട് പറയണം, എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം വരണം, നല്ലൊരു ബിരിയാണി കഴിക്കേണ്ട ചാൻസ് മിസ്സായി. അല്ലേടാ ശ്രുതി, നമുക്ക് ഇന്നത്തെ വ്രതം നാളത്തേക്ക് മാറ്റി വെച്ചാലോ, ഇന്നും ബിരിയാണി കഴിക്കാടാ, എന്നിട്ട് നമുക്ക് നാളെ വ്രതം എടുക്കാടാന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കളിയാക്കി ചിരിക്കുകയാണ്. അങ്ങനെ ശ്രുതിനെ ചന്ദ്രമതി ചീത്ത പറഞ്ഞിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ശ്രുതിക്ക് കോൾ വരുന്നത്. ശ്രുതി ഫോൺ എടുക്കുമ്പോൾ നോക്കുമ്പോൾ കടയിലത്തെ സ്റ്റാഫാണ്. ഹലോ പറയുമ്പോൾ, അതെ, ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മുട്ടയുണ്ടെന്നില്ലേ, ആ മുട്ടയിൽ കൂടോത്രം അല്ലായിരുന്നു എന്നൊക്കെ പറയണേ. അല്ലേ, ആണോ, സമാധാനമായി എന്നൊക്കെ പറയണം. അപ്പോൾ ഫോൺ വെച്ച് കഴിയുമ്പോൾ ചന്ദ്രമതി ചോദിക്കുക, എന്താ കഴിക്കുമ്പോൾ കടയിലത്തെ സ്റ്റാഫ് അമ്മയെ വിളിച്ചത്, അതേ മുട്ടയിലുണ്ടായിരുന്നത് കൂടോത്രം അല്ലായിരുന്നു അത്രേ അമ്മേ, അത് ഒരു അച്ഛനും കുട്ടിയും കൂടിയിട്ട് കടയിൽ പോയിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ കടയുടെ അവിടെ കയറി നിന്നപ്പോൾ മഴ എന്തോട്ടുണ്ടായിട്ട് കയറി നിന്നിട്ട് അത് പോണവർ അവിടെ നിന്നപ്പോൾ ജസ്റ്റ് അവർ ആ മുട്ടയിൽ വരച്ച് വെച്ചത്, എന്നിട്ട് അവർ ആ മുട്ട എടുക്കാൻ മറന്നു എന്നൊക്കെ പറയാണ്. എന്താ പറയുക, ശ്രുതി ചന്ദ്രമതിയോട്, ആണോ, അതെ, അപ്പോൾ നമ്മൾ വ്രതം എടുക്കേണ്ട അമ്മ, ഇനി വ്രതം എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ശ്രുതിയൊക്കെ ബിരിയാണി കഴിച്ച് ഏമ്പക്കം ഇട്ടിട്ട് വന്നിട്ട് പറയണം, ശ്രുതി പറയുക, വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ, അടിപൊളി ബിരിയാണി ആയിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പം ഇങ്ങനെ മുട്ടയിൽ കൂടോത്രം അല്ലായിരുന്നു, അതിങ്ങനെ മുട്ടയിൽ വരച്ചാന്നൊക്കെ പറയുമ്പോൾ, ആണോ, എന്നാൽ പിന്നെ സമയം കളയാതെ നിങ്ങൾ പോയിട്ട് ബിരിയാണി കഴിക്കുക എന്നൊക്കെ പറയാണ് ശ്രുതി. അങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രമതിയും ശ്രുതിയും പറയണം, എന്നാൽ വാടാ പോയി കഴിക്കുക, സമയം കളയണ്ട, ഞാൻ എന്തായാലും ഒന്നൊരു 4 ലെഗ് പീസെങ്കിലും കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയും ശ്രുതിയും കൂടിയിട്ട് അടിച്ചു പൊളിച്ച് അകത്തേക്ക് പോകണം. ബിരിയാണി കഴിക്കാനുള്ള കൊതിയോടുകൂടി അകത്തേക്ക് പോയിട്ട് അടുക്കളയിൽ തപ്പുമ്പോൾ എന്താ, അടുക്കളയിൽ ഒരു പാത്രത്തിൽ പോലും ഒരു തുണ്ട് ബിരിയാണിയുടെ ഇല്ല. പാത്രങ്ങൾ അടച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ തുറന്നു നോക്കുമ്പോൾ അതിലൊന്നും ബിരിയാണിയുടെ ഇല്ല. അപ്പോൾ ഇവർ ആകെ ഈശ്വര അപ്പടി കഴിഞ്ഞു എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ അത് കണ്ടിട്ട് നിന്ന് ചിരിക്കുകയാണ് രവീന്ദ്രൻ നിന്ന് ചിരിക്കുകയാണ്. ഇവർ തിരയണതും ഇവർക്ക് ബിരിയാണി കിട്ടാത്തതൊക്കെ കണ്ടിട്ട് നിന്നിട്ട് രവീന്ദ്രൻ ചിരിക്കണം. ആ ഒരു ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് ക്ലൈമാക്സ് വരുന്നത്.
കഴിഞ്ഞ 2 എപ്പിസോഡിലത്തെ കഥകൾ എനിക്ക് പറയാൻ പറ്റിയില്ല. കഴിഞ്ഞ 2 എപ്പിസോഡിൽ എന്തായിരുന്നു നമുക്ക് അറിയാം. രേവതിക്ക് നല്ലൊരു കല്യാണ മണ്ഡപം ഡെക്കറേറ്റ് ചെയ്യാനുള്ളൊരു ഓർഡറൊക്കെ കിട്ടുകയാണ്. അതിൻ്റെ സന്തോഷത്തിൽ രേവതി ആ പൈസ അഡ്വാൻസായിട്ട് ആ 10,000 രൂപ അദ്ദേഹം കൊടുക്കുമ്പോൾ രേവതി പറയണത് ഇതെൻ്റെ ജീവിതത്തിലത്തെ 2ാമത്തെ കാൽവയ്പ്പാണ്, എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ അഡ്വാൻസ് കൊടുക്കുന്ന ആളുടെ അടുത്ത് നിന്ന് വളരെ വിനയപൂർവ്വം ആ പൈസ മേടിച്ച് 2 കണ്ണിലും വെച്ച് തൊഴുത്ത് രേവതി അങ്ങനെ പുതിയൊരു ഉദ്യോഗത്തിലേക്ക് നീങ്ങാണ്. ആ ഒരു സന്തോഷം വീട്ടിൽ വന്ന് ലഡ്ഡുവൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്ത് മധുരം വിതരണം ചെയ്ത് ആ ഒരു ആഘോഷം പങ്കുവെക്കുമ്പോഴാണ് സച്ചി പറയുന്നത് നമുക്കിത് ബിരിയാണി വെച്ച് ആഘോഷിക്കണം എന്ന് പറയുന്നത്. പക്ഷെ രേവതിക്ക് കിട്ടിയിട്ടുള്ള 10,000 രൂപ കാണുമ്പോൾ സത്യത്തിൽ ചന്ദ്രമതിയുടെ സുധിയുടെ ഒക്കെ കണ്ണ് തള്ളിപ്പോണ്ട് കേട്ടോ. ഇത്രയൊക്കെ കിട്ടുമോ എന്നുള്ള, ബാക്കി പൈസ പിന്നെ കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കണ്ണ് തള്ളിപ്പോവാണ്. കാരണം അവർ അന്തം വിടുകയാണ്, ഇത്രയൊക്കെ പൈസ കിട്ടുമോ എന്നൊക്കെയുള്ള അന്താളിപ്പിലാണ് അവരിയ്ക്കണത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ശ്രുതിക്ക് മീരയുടെ ഒരു കോള് വരുന്നുണ്ട്. ഹലോ മീര, എന്താ ചോദിക്കുമ്പോൾ വീട്ടിലേക്ക് വരണം, എന്ത് നീ ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നീ പറയുമ്പോൾ അല്ലടി വീട്ടിലേക്ക് വരണം എന്നൊക്കെ മീര പറയുമ്പോൾ ശ്രുതി പറയണ്ട ആ ശരി ഞാൻ വരാമെന്ന് പറയണ്ട. അപ്പം ഇനി ശ്രുതിക്കുള്ള അടുത്ത് കൊടുക്കുക എന്താണെന്നറിയില്ല. ഇതിനിടയിൽ അവരുടെ വീട്ടിലെ കറണ്ട് പോയി, മേലൊക്കെ സോപ്പൊക്കെ തേച്ചിട്ട് ശ്രുതി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വെള്ളം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ രേവതിയോട് വെള്ളം കോരി കൊടുക്കാൻ പറയുന്നുണ്ട് ചന്ദ്രമതി. സച്ചി പറയേണ്ട അവൾ കോരി കൊടുക്കണ്ട, അവിടെ പാട്ടും കയറേണ്ട, ആര് വേണമെങ്കിലും കോരി കുളിച്ചോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മോട്ടർ നേരാക്കുള്ള ആളെ കൊണ്ടുവരുമ്പോൾ അയാൾ ഫ്യൂസ് ഊരി വെച്ചിട്ട് വേറൊരു സാധനം മേടിക്കാൻ വേണ്ടി പോകണം. എന്നിട്ട് പറയണ്ടേ ഈ ഫ്യൂസ് ആരും കുത്തരുത്, ഇത് കുത്തിയ ഷോക്ക് അടിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ശ്രുതി വന്നിട്ട് ഫോൺ വിളിച്ച് വന്നിട്ട് ആ ഫ്യൂസ് ഇരിക്കണുണ്ട്. അപ്പോൾ അത് കുത്തുകയും അങ്ങനെ അതുവഴി ആർക്കൊക്കെ ഷോക്ക് അടിക്കും, ചന്ദ്രമതിക്കും ചന്ദ്രമതിയെ കാണാൻ വന്ന ഭാമയ്ക്കും ഭാമേനെ പിടിക്കാൻ വന്ന ശ്രുതിക്കും ശ്രുതിനെ കണ്ടപ്പോൾ ശ്രുതി റൊമാൻറ്റിക്കോടുകൂടി തന്നെ വിളിക്കാന്ന് തെറ്റിദ്ധരിച്ച അടുത്തേക്ക് എല്ലാം ശ്രുതിക്ക്. അങ്ങനെ മൊത്തം ഒരു ഷോക്കടിയൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ രേവതിയുടെ പുതിയ ഓർഡർ, ഇതിൻ്റെ ഇടയിൽ കൂടെ ബിരിയാണി വെക്കാൻ വേണ്ടി ചിക്കൻ മേടിക്കാൻ പോയ രേവതി കാണുന്നത് ആരെയാണ്? ശ്രുതിയുടെ ഇളയച്ചനായ ബീരാനിക്ക. പക്ഷെ രേവതി കാണുന്നില്ല, രേവതിയെ കൊണ്ടുപോയ ചേച്ചിയാണ് രേവതിക്ക് വേണ്ടി ചിക്കൻ മേടിക്കുന്നത്. രേവതിക്ക് അപ്പോഴേക്കൊരു ഫോൺ വന്ന കാരണം രക്ഷപ്പെട്ടു. പക്ഷെ അത് രക്ഷപ്പെട്ടോട് കൂടിയിട്ട് ബീരാനിക്ക പക്ഷെ രേവതിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബീരാനിക്കയ്ക്ക് മനസ്സിലായി ഇത് സേഫ് അല്ല, എത്രയും പെട്ടെന്ന് ഈ വിവരം ശ്രുതി അറിയിക്കണം എന്ന് ബീരാനിക്ക വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മീരയ്ക്ക് വന്നേക്കണം, മീര ഫോൺ വിളിച്ചേക്കുന്നത് ശ്രുതിയെ വിളിച്ചേക്കുന്നത് ബീരാനിക്ക പറഞ്ഞ വിവരം അറിയിക്കാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്താ ചെമ്പനീർപ്പൂ സീരിയലിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ഇന്ന് വളരെ വലിച്ചു നീട്ടിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ചെറുതായിട്ടാണ് പറഞ്ഞേക്കണം. കാരണം വലിയ കാര്യമായിട്ടുള്ള കഥയൊന്നുമില്ലേ, ജസ്റ്റ് ഈ ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. സീരിയൽ എങ്ങനെയാണ്, നല്ല സീരിയലാണോ, നിങ്ങൾക്ക് ഇഷ്ടമാണോ, കഥ ഇഷ്ടമാണോ, എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോഡി ആരാണ്, ഇതൊക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ അറിയിച്ചോളൂ. അപ്പോൾ ഇതുവരെ എൻ്റെ കഥ കേട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.